പാഠം 293. പണം ലാഭിക്കുന്ന വഴികൾ. ഹലോ, അതെ. നമസ്കാരം സാർ. ഞാൻ വരുന്നുണ്ട്. എനിക്ക് രാവിലെ ഇവിടെ ഒരു വസ്തുവിന്റെ സ്കെച്ച് ശരിയാക്കാനുണ്ട്. അത് കഴിഞ്ഞ് 10:30 ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് വരാം. പോവാം സാർ. ശരി. ഇതൊക്കെ ഈ അവസാന നിമിഷത്തിലാണോ പറയുന്നത്? ഷർട്ടും മുണ്ടും തേച്ചില്ലേ? അത് കൊള്ളാലോ. നീ ഇവിടെ സ്കൂട്ടർ കഴുകിക്കൊണ്ടിരിക്കുക? പിന്നെ സ്കൂട്ടർ കഴുകണ്ടേ? സ്കൂട്ടർ കഴുകിയാ പോരല്ലോ. എനിക്ക് 10:30 താലൂക്ക് ഓഫീസിൽ എത്തണം. മോഹനയുടെ താലൂക്ക് ഓഫീസിൽ പോകുന്നതും ഞാൻ സ്കൂട്ടർ കഴുകുന്നതും തമ്മിൽ എന്താണ് ബന്ധം? എന്റെ ഷർട്ട് മുണ്ടും തേച്ചിട്ടില്ല. അത്രേ ഉള്ളൂ. സ്കൂട്ടർ കഴുകി കഴിയുമ്പോ തേച്ചേരാ. സ്കൂട്ടർ കഴുകിട്ട് തേച്ചാ പോരാ, ഇപ്പൊ തേക്കണം. ഇതെവിടെ തന്നെയാ മോഹനേട്ടാ? എനിക്ക് 10:30 താലൂക്ക് ഓഫീസിലെത്തി അവിടെ നിന്ന് തഹസിൽദാരോടൊപ്പം കളക്ടറേറ്റ് പോകാനുള്ള. ഇത് കുട്ടികളെയല്ല. ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ സ്കൂട്ടർ കഴുകി തീരാതെ ഷർട്ട് മുണ്ടും തേക്കില്ല. അതിനു മുമ്പ് ഷർട്ട് തേച്ചേ പറ്റുമെന്നാണെങ്കിൽ മോഹനേട്ടൻ തന്നെ തേക്കേണ്ടി വരും. എന്ത് ഭാമേ? ഇപ്പൊ സമയം 9 കഴിഞ്ഞതല്ലേ ഉള്ളൂ. 10:30 താലൂക്ക് ഓഫീസിലെത്താൻ 9:45 കഴിയുമ്പോ ഇറങ്ങിയാ മതി. പിന്നെന്തിനാണ് മോഹനേട്ടൻ ധൃതി പിടിക്കുന്നത്? നിനക്ക് എന്റെ ഷർട്ടും മുണ്ടും തേക്കാൻ പറ്റുമോ ഇല്ലേ? എനിക്ക് സൗകര്യമില്ല. എന്നുവെച്ചാ കുന്തം. മോഹനേട്ടാ, എനിക്ക് എന്റെ വണ്ടിയുടെ കാര്യം നോക്കിയേ പറ്റൂ. ഇതുള്ളത് കൊണ്ടാണ് എന്റെ കാര്യങ്ങളൊക്കെ സമയത്ത് നടക്കുന്നത്. ഓഹോ, അപ്പൊ എന്നെക്കാൾ നിനക്ക് വലുത് ഈ സ്കൂട്ടറാണ് എന്നാണ് നീ പറഞ്ഞതിന്റെ അർത്ഥം. പൊക്കവും തൂക്കമാണ് നോക്കുന്നതെങ്കിൽ മോഹനേട്ടനാണ് വലുത്. ഉപയോഗമാണ് നോക്കുന്നെങ്കിൽ വലുത് സ്കൂട്ടർ തന്നെയാണ്. അങ്ങനെ തോപ്പിക്കാൻ നോക്കണ്ടായിരുന്നു. ഇതെന്തിനാ ഇങ്ങനെയൊക്കെ? മോഹനേഷൻ തേക്കാൻ അറിയില്ല എന്ന് പറയുന്ന മോശമല്ലേ? ഇത് ഇസ്തിരി ശരിയല്ല. അതാ ഇതുവരെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഒന്ന് ശരിക്കും തുടച്ചുകൊണ്ടെടുത്താൽ പ്രശ്നം കഴിഞ്ഞു. അങ്ങനെ തുടയ്ക്കാൻ എന്തിരിക്കുന്നു? അത് അവിടെ ഇരുന്ന് ഉണങ്ങിക്കൊള്ളും. ഉണങ്ങും. എന്നാലും ഒരു കാര്യം ചെയ്യുമ്പോ വൃത്തിയായിട്ട് ചെയ്യണ്ടേ മോനേട്ടാ? മോഹനേട്ടനിങ്ങനെ എന്റെ സ്കൂട്ടർ നോക്കി വെള്ളം ഇറക്കാതെ ഇതുപോലൊരെണ്ണം വാങ്ങി എല്ലാ ദിവസവും കഴുകി തുടച്ച് കുട്ടപ്പനാക്കി ഇതിലിങ്ങനെ കയറിയിരുന്ന് ചാവിയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇതെന്താ സ്റ്റാർട്ട് ആവാതെ?
നീ എന്താ 1 മിനിറ്റ് മുമ്പ് പറഞ്ഞത്? എന്നെക്കാളും ഉപയോഗം ഈ വണ്ടി കൊണ്ടാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ 2 കാലിൽ നടന്നു പോകുന്ന ഒരാളാണ്. നിന്റെ വണ്ടിയോ അനങ്ങില്ല. തള്ളി നോക്ക്. നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല ഭാമേ. ഭർത്താവിനെ ആക്ഷേപിച്ചതിന് ദൈവം തന്ന ശിക്ഷയാണിത്. പിന്നെ അതിന്റെ കഥ തീർന്നു ഭാമേ. ഇനി വേണമെങ്കിൽ ആ ഗേറ്റ് കൊണ്ടുപോയി വേലിയായിട്ട് വെക്കാം. ഒരു സ്കൂട്ടർ സ്റ്റാർട്ട് ആവാതെ വരുന്നത് ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. അതിന്റെ പേരിൽ ഇത്രയ്ക്ക് എന്നുള്ള സന്തോഷ പ്രകടനം വേണ്ട. ഇത് കൊടുക്കുന്ന കിലോയ്ക്ക് 2 രൂപ തരാം. 3 4 രൂപ 50 പൈസ. ഭാമേ, നീ ഇനി ഫോൺ ചെയ്തിരിക്ക. എനിക്ക് 45 മിനിറ്റിനുള്ളിൽ ഇവിടെ ഇറങ്ങണം. നീ വേഗം ഷർട്ട് മുണ്ട് തേച്ചാ. ഷർട്ട് മുണ്ടും തേക്കാൻ എനിക്ക് 5 മിനിറ്റ് മതി. ഗോപാലിന്റെ വർക്ക്ഷോപ്പിൽ വിളിച്ച് ഒരാൾ ഇങ്ങോട്ട് അയക്കാൻ പറയണം. സ്കൂട്ടർ നന്നാക്കണ്ടേ? എന്റെ ഷർട്ട് മുണ്ട് തേച്ചിട്ട് പോരെ. അത് മോഹനിട്ട് കുളിച്ചിട്ട് പോലും ഇല്ലല്ലോ ഇതുവരെ. ഞാൻ വർക്ക്ഷോപ്പിൽ വിളിക്കുമ്പോഴേക്കും മോഹനിട്ട് പോയി കുളിക്കാൻ നോക്ക്. കുളിച്ചിട്ട് വരുമ്പോഴേക്കും ഷർട്ട് മുണ്ട് റെഡി ആയിരിക്കും. കഴിക്കാനുള്ളത് ഡൈനിങ് ടേബിളിൽ ഉണ്ടാവും. ഉച്ചയൂണിനുള്ളത് ചോറ്റുപാത്രത്തെ മോഹനയുടെ ബാഗിലുണ്ടാവും. പോരെ? ഇതൊക്കെ നടക്കണം. ഓ, ഇതൊക്കെ ഇതുവരെ തനിച്ചായിരുന്നല്ലോ ചെയ്തത്. ഹലോ ഗോപാലൻ ചേട്ടാ, ഞാൻ സത്യഭാമയാണ്, അഡ്വക്കേറ്റ്. അതെ, എന്റെ സ്കൂട്ടറിന് എന്തോ ഒരു കുഴപ്പം, സ്റ്റാർട്ട് ആവണില്ല. അയ്യോ, അതിപ്പോ എന്താ ചെയ്യുക? ഓടാത്ത സ്കൂട്ടർ ഞാൻ എങ്ങനെ അവിടെ എത്തിക്കാനാ? ഇങ്ങോട്ട് പറഞ്ഞേക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ അവിടെ? കാശ് കൊടുക്കാം. 100 രൂപയോ? അത് കുറച്ച് കൂടുതലല്ലേ ചേട്ടാ? എന്നാലും സാരമില്ല, എന്റെ ആവശ്യമായി പോയില്ലേ, പറഞ്ഞേക്ക്. ഹലോ, പറഞ്ഞയക്കണ്ട. 1/2 കിലോമീറ്റർ ദൂരമുള്ള വർക്ക്ഷോപ്പിലേക്ക് ഇവിടെ വന്ന് ഒരു സ്കൂട്ടർ കൊണ്ടുപോകാൻ 100 രൂപ എന്നൊക്കെ പറഞ്ഞ ഇത് വെള്ളരിക്കപ്പെട്ടൊന്നുമല്ല. ഗോപാല, ആളെ വിടണ്ട. എന്ത് ഭ്രാന്തി കാണിക്കണേ? വർക്ക്ഷോപ്പിൽ കൊണ്ട് എന്നെ നന്നാക്കുന്നു ഗോപാലൻ പറഞ്ഞു. ഒരു 100 രൂപയുടെ കാര്യല്ലേ മോഹനേട്ടാ ഉള്ളൂ? 100 രൂപ അത്ര ചെറിയൊരു തുകയല്ല. മോഹനേട്ടന്റെ കാര്യം മാത്രം നടന്നാൽ മതി എന്നുള്ള ഈ ധാരണയുണ്ടല്ലോ, അത് ശരിയല്ല. എന്റെ കാര്യം മാത്രം നടന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രവർത്തിച്ച് കാണിച്ചല്ലോ. മോഹനേട്ടനെ തഹസിൽദാർ വിളിച്ചു. താലൂക്ക് ഓഫീസിൽ പോകണം, അവിടെ നിന്ന് കളക്ടറേറ്റിൽ പോകണം, നാട് നന്നാക്കണം. ആയിക്കോ. അതിന് ഞാൻ മോഹനേട്ടന് ഷർട്ട് മുണ്ടും തേച്ച് തരണം, ഭക്ഷണം ഉണ്ടാക്കി തരണം. ഇതെല്ലാം ഞാൻ ചെയ്യുകയും ചെയ്യാം. അതിന്റെ ഒപ്പം എന്റെ കാര്യം കൂടി നടക്കണ്ടേ മോഹനേട്ടാ? എനിക്ക് 11 മണിക്ക് സെഷൻസ് കോടതിയിൽ എത്താനുള്ളതാണ്. കഷ്ടകാലത്തിന്റെ സ്കൂട്ടറും കേടായി. സ്കൂട്ടർ നന്നാക്കി തരാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനായിട്ട് ഗോപാലിന്റെ വർക്ക്ഷോപ്പിൽ വിളിച്ചു, അവിടെ നാളെ അയക്കാമെന്നും പറഞ്ഞു. അയാൾക്കുള്ള 100 രൂപ ഞാൻ കൊടുത്തോളാം. പക്ഷെ അത് മോഹനോട് സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. സ്കൂട്ടർ നന്നാക്കുന്നതിന് 10 20 രൂപ ചോദിച്ചായിരിക്കും മനസ്സിലാവും. പക്ഷെ ഇതങ്ങനെയാണോ? ഒരാൾ അവിടെ നിന്ന് ഇവിടെ വന്ന് ഒരു സ്കൂട്ടർ തള്ളി വർക്ക്ഷോപ്പ് വരെ കൊണ്ടുപോകുന്നതിന് 100 രൂപ ചോദിക്കാന്ന് പറഞ്ഞാല്, അങ്ങനെയാണെങ്കിൽ സ്കൂട്ടർ നന്നാക്കാൻ എത്ര രൂപയാവും? ഒരു സ്കൂട്ടറിനേക്കാൾ വിലയാകുമല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്, സ്കൂട്ടർ വാങ്ങണ്ട 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 ഭാവേൻ. അപ്പോ എന്നെ ധിക്കരിച്ച് 10-30,000 രൂപ കൊടുത്ത് സ്കൂട്ടർ അങ്ങ് വാങ്ങി. നീ സ്കൂട്ടർ വാങ്ങിയ ദിവസം മുതൽ പെട്രോളിന്റെ വില കൂടാൻ തുടങ്ങിയതാ. എത്ര രൂപയാണ് പെട്രോളിന് വേണ്ടി ചിലവെന്ന് അറിയോ നിനക്ക്? ഇപ്പോഴാ സ്കൂട്ടർ കേടായി, ഇനി എത്ര രൂപ ചെലവാക്കേണ്ടി വരും? സ്കൂട്ടർ എന്ന് പറയുന്നത് ഒരു യന്ത്രമാണ്. യന്ത്രങ്ങൾ ചിലപ്പോൾ കേടായെന്ന് വരും. അതൊരു പുതിയ സംഭവമൊന്നുമല്ല. ഒരു സ്കൂട്ടറും കേടായില്ലെങ്കിൽ പിന്നെ ഗോപാലയ്ക്ക് വർക്ക്ഷോപ്പ് തുറന്നു വെച്ചിരിക്കുന്നത് എന്തിനാണ്? സ്കൂട്ടർ കേടാവും, കേടായ നന്നാക്കുകയും ചെയ്യും. പക്ഷേ അതിന്റെ പേരിൽ വെറുതെ ഒരു 100 രൂപ കളയാന്ന് വെച്ചാല് പിന്നെ എന്ത് ചെയ്യും മോഹനേട്ടാ? സ്കൂട്ടർ എന്തായാലും വർക്ക്ഷോപ്പിൽ എത്തിച്ചേ പറ്റുള്ളൂ. ആരെങ്കിലും വെറുതെ അത് ചെയ്യുവോ?
ജോലി ചെയ്ത പിന്നെ കൂലി കൊടുക്കണ്ടേ? കൂലി കൊടുക്കണ്ട എന്നാര് പറഞ്ഞു? കൂലി കൊടുക്കാം, പക്ഷേ ഒരു സ്കൂട്ടർ തള്ളി വർക്ക്ഷോപ്പ് വരെ കൊണ്ടുപോകാനുള്ള കൂലി കൊടുത്താൽ മതിയല്ലോ. ഭാമേ, ഒരാൾ ഒരു ജോലി ചെയ്താൽ ആ ജോലിക്കുള്ള കൂലിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ അന്നത്തെ ദിവസം അയാൾക്ക് ആവശ്യമുള്ള കാശല്ല നമ്മൾ കൊടുക്കേണ്ടത്. ശരി, സ്കൂട്ടർ ഇവിടെ നിന്ന് തള്ളി വർക്ക്ഷോപ്പ് വരെ എത്തിക്കാൻ എത്ര രൂപ കൊടുക്കാം മോഹനേട്ടന്റെ കണക്കിൽ? 3, 4, 5 രൂപ കൊടുക്കാം. 5 രൂപയ്ക്ക് ഒരു ചായ പോലും കിട്ടില്ല ഇപ്പോ. 5 രൂപയ്ക്ക് ആര് വരാനാണ്? ഞാൻ ഗോപാലിനെ വിളിച്ച് പറയാൻ പോവുകയാണ്. ഇനിയും അതിന് ഉടക്കിടാൻ വന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടാ എന്റെ സ്വഭാവം മാറുവേ. കാശ് ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞല്ലോ. ആഹാ, ഭാമേ, അനാവശ്യമായിട്ട് പണം കളയാൻ സമ്മതിക്കില്ല. ഇതെങ്ങനെ മോഹനേട്ട അനാവശ്യമാവുന്നത്? അത്യാവശ്യമല്ലേ? എന്തു പറഞ്ഞാലും ഒരു സ്കൂട്ടർ തള്ളിക്കൊണ്ടു പോകാൻ 100 രൂപ എന്ന് പറഞ്ഞാൽ അനാവശ്യം തന്നെയാണ്. വേറെന്താ വഴി? മോഹനേട്ട തല്ലു. എന്റെ പട്ടി കൊണ്ടു. എന്നാ പിന്നെ പട്ടി വിളിക്ക്. പട്ടി വിളിക്കാൻ പോവാണ്. പട്ടിക്ക് ഫോണൊക്കെ ഉണ്ടോ? എന്ത് ചെയ്യാൻ പോണു മോഹനേട്ടാ? എന്തൊരു കഷ്ടം നോക്കണേ. കഷ്ടം. ഈ ഉത്തമ ഫോൺ ഓഫ് ചെയ്ത് എവിടെ പോയിരിക്കാ? ഉത്തമനെയാണോ വിളിച്ചത്? അതെ. അല്ലെങ്കിലും ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ആവശ്യത്തിന് ഉപകരിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ മൊബൈൽ ഫോൺ വാങ്ങാത്തത്. ഹലോ, ആ കഥ അവിടെ നിൽക്കട്ടെ. എന്റെ സ്കൂട്ടറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറ. രണ്ട് വഴിയുള്ളൂ മോഹനേട്ടാ. ഒന്നെങ്കിൽ എന്റെ ഉത്തരവാദിത്തത്തിൽ ഒരാളെ വിളിച്ച് സ്കൂട്ടർ തള്ളി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുക. അതിന് പക്ഷേ 100 രൂപ കൊടുക്കേണ്ടി വരും. സമ്മതിക്കില്ല. അപ്പൊ പിന്നെ മോഹനേട്ടന്റെ ഉത്തരവാദിത്തത്തിൽ സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ എത്തിക്കുക. ദേ, ഒരു കാര്യം ഞാൻ പറയാം മോഹനേട്ടാ, ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവാതെ ഞാൻ മോഹനേട്ടന് ഷർട്ട് മുടി തേക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതെനിക്ക് അറിയേണ്ട കാര്യമേ അല്ല. എന്റെ കാര്യം നടക്കാതെ ഞാൻ തേച്ച ഷർട്ട് മുണ്ടുവിട്ട് മോഹനേട്ടൻ താലൂക്ക് ഓഫീസിലേക്ക് പോയില്ല. പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല എന്ന് തന്നെയാണ്. എന്നോട് സംസാരിക്കാൻ വരണ്ട. ആദ്യം ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവട്ടെ. ഉത്തമൻ ഫോൺ ഓഫ് വെച്ചിരിക്കല്ലേ? ഇത് എന്റെ പ്രശ്നമല്ല. ഉത്തമൻ കുറച്ച് കഴിയുമ്പോ ഫോൺ ഓൺ ചെയ്യും. അപ്പൊ വിളിച്ചാ മതി. നീ പോയി ഷർട്ട് കൊണ്ട് തേച്ചു നോക്കി. നടക്കേയില്ല. ഈ കാര്യത്തിൽ എന്റെ വാശി നടക്കും മോഹനേട്ടാ. നിനക്ക് എന്താ വേണ്ടത്? സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ എത്തിക്കണം. ശരി, നീ പോയി ഷർട്ട് കൊണ്ട് തേച്ചു നോക്കി. സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ എത്തിക്കഴിഞ്ഞ് മോഹനേഷ് ഒരു വാക്ക് പറഞ്ഞ വാക്കാ. നീ ആ ഷർട്ട് തേച്ചാ സ്കൂട്ടർ വർക്ക്ഷോപ്പിൽ എത്തിച്ചിരിക്കും. വാക്കാണല്ലോ. വാക്ക്. ഷർട്ട് തേച്ച് കിട്ടിയിട്ട് സ്കൂട്ടർ കൊണ്ടുപോകാൻ ഏർപ്പാടാക്കാതെ വന്നാൽ നാളെ മുതൽ ഷർട്ട് മുണ്ടും തേക്കാനേ ജോലിക്ക് ആളെ വെക്കേണ്ടി വരും. അല്ലെങ്കിൽ വേറെ പെണ്ണ് കിട്ടേണ്ടി വരും. ശരി, സമ്മതിച്ചു. ആഹാ, മോഹനേഷ് സാർ സ്കൂട്ടർ വാങ്ങിച്ചോ? അപ്പൊ സാറല്ലേ പറഞ്ഞത് സ്കൂട്ടർ വാങ്ങരുത്, കാർബൺ മോണോക്സൈഡ് പ്രകൃതിയെ നശിപ്പിക്കുന്നൊക്കെ? ഇത് ഞാൻ വാങ്ങിയ സ്കൂട്ടർ അല്ല. എന്റെ ഭാര്യ സത്യഭാമ വാങ്ങിയ സ്കൂട്ടറാ. സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാതെ ഇങ്ങനെ തള്ളിക്കൊണ്ടു പോകുമ്പോ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവുന്നില്ല. മനസ്സിലായോ? ഓ, അല്ല, തള്ളിക്കൊണ്ട് നടക്കാനാണെങ്കിൽ പിന്നെ സ്കൂട്ടർ എന്തിനാ സാറേ? ഒരു സൈക്കിൾ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമല്ലേ? രാജപ്പനല്ലേ പേര്? അതെ. സഹകരണ ബാങ്കിന്റെ പിറകിലെ 30 സെന്റ് ഭൂമി രാജപ്പനല്ലേ? അതെ. അതിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അല്ലേ അപേക്ഷ കൊടുത്തിരിക്കുന്നത്? അതെ. അത് ഉടനെ കിട്ടാൻ സാധ്യതയുണ്ട്. ശരിയാക്കി തരാം. ഇറക്കത്ത് സാറേ, ഇറക്കത്ത് വണ്ടി. അയ്യോ, മോഹനേശ്വരത്തെ കളി. നിക്കവിടെ, ഇയാളെന്താ കാണിക്കുന്നേ? എന്തോന്നാ സാറേ ഇത്? ഇതോടാ നോക്കുന്നത്?
കളിയാക്കും. മോനേഷ് സാറേ, സ്കൂട്ടർ വാങ്ങിച്ചപ്പോ കുറച്ച് പെട്രോൾ കൂടെ വാങ്ങിച്ചു കൂടായിരുന്നോ? സ്കൂട്ടർ ഞാൻ വാങ്ങിയതല്ല. വല്ലവന്റെ സ്കൂട്ടർ സാറെന്തിനാ തള്ളിക്കൊണ്ട് കിടക്കണേ? എന്റെ സാറേ, ഇതൊക്കെ നാണം കെട്ട പരിപാടിയല്ലേ? ഒരു വില്ലേജ് ഓഫീസർ സ്കൂട്ടർ തള്ളി റോഡിലൂടെ പോകാന്ന് വെച്ചാ? ഇത് ഭാമയുടെ സ്കൂട്ടറാണ്. എന്തോ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള്. വർക്ക്ഷോപ്പിൽ വിളിച്ചു പറഞ്ഞാ പോരെ സാറേ, അവര് വന്ന് കൊണ്ടുപോകത്തില്ലേ? അതെങ്ങനെയാ? അവര് വന്ന് കൊണ്ടുപോയാ 10-25 രൂപ കൊടുക്കേണ്ടി വരും. സാറിന്റെ പിശുക്ക് നമുക്കറിയത്തില്ലേ? കഷ്ടം. അങ്ങനെ അങ്ങ് പോയാലോ? വർക്ക്ഷോപ്പിൽ വിളിച്ചു പറഞ്ഞാൽ അവര് ചോദിക്കുന്നത് 25 രൂപയല്ല, 100 രൂപയാണ്. 1 ലിറ്റർ പെട്രോളിനേക്കാൾ വില. അതെങ്ങനെ കൊടുക്കും? കൊടുക്കാൻ വയ്യെങ്കിൽ സാറ് തള്ളിക്കോ. അല്ല പിന്നെ ആഹാ, സ്കൂട്ടർ വാങ്ങിയിട്ട് ഓടിക്കാൻ പഠിച്ചില്ലേ സാറേ? ഇക്കാലത്ത് സ്കൂട്ടർ ഓടിക്കാൻ അറിയാത്ത ആരാ ഉള്ളത്? കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. ഓടിക്കാൻ അറിയാത്തത് കൊണ്ടല്ല ഇതിങ്ങനെ തള്ളുന്നത്. ഇത് എന്റെ സ്കൂട്ടറും അല്ല, എന്റെ ഭാര്യ സത്യഭാമയുടേതാണ്. വണ്ടി കേടായപ്പോൾ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഞാനൊന്ന് സഹായിച്ചു പോയി, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഇത് കണ്ടിട്ട് മോഹനേഷ് സാർ വണ്ടി വാങ്ങിയെന്ന് പറഞ്ഞ് നാട് മുഴുവൻ പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. സോമന്റെ പോക്കുവരനുള്ള അപേക്ഷ വില്ലേജ് ഓഫീസിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അതെ, ഒരു മിനിറ്റ്. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. എന്താ പേര്? കുമാരൻ. കുമാരൻ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഒരിക്കലും സ്കൂട്ടറോ കാറോ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു നടന്ന ഞാൻ എന്തിനാണ് ഇപ്പൊ സ്കൂട്ടർ വാങ്ങിയത് എന്ന്. ഇത് ഞാൻ വാങ്ങിയ സ്കൂട്ടർ അല്ല. എന്റെ ഭാര്യ സത്യഭാമ എന്നോട് ഒരു അഭിപ്രായം പോലും ചോദിക്കാതെ വാങ്ങിയതാണിത്. പിന്നെ സ്കൂട്ടർ വാങ്ങുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങൾ, അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഒരു സ്കൂട്ടർ 1 കിലോമീറ്റർ ഓടുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാർബൺ മോണോക്സൈഡിന്റെ അളവ് എത്രയാണെന്ന് അറിയാമോ? ഇല്ല. അതൊക്കെ അറിയണം. അന്തരീക്ഷത്തിൽ കാർബന്റെ അളവ് കൂടുന്നതാണ് ആഗോളതാപനത്തിന് കാരണം. ഞാൻ ചോദിച്ചത്, എനിക്ക് മനസ്സിലായി. എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ല എന്ന്. എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയാം, പക്ഷേ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആവശ്യമില്ലാതെ പ്രയോഗിക്കാൻ പാടില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് ഞാൻ സ്കൂട്ടർ ഓടിക്കാത്തത്. എനിക്കറിയേണ്ടത് അതല്ല. ഈ സ്കൂട്ടറിൽ പെട്രോൾ അടിക്കാൻ കാശില്ലേ എന്നായിരിക്കും. ഈ സ്കൂട്ടറിലല്ല, ഒരു ബസ്സിൽ പെട്രോൾ അടിക്കാനുള്ള കാശ് വരെ എന്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ അധ്വാനിക്കുന്ന പണം പെട്രോൾ വാങ്ങി കത്തിച്ചു കളയാനുള്ള അല്ല. ബസ്സിൽ പെട്രോൾ അല്ല ഡീസൽ അല്ലേ ഒഴിക്കുന്നത്? അതാണോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? ഒരു കാര്യം പറയുമ്പോ അതിന് മാത്രം മറുപടി പറയുക. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഈ നാട്ടുകാരനല്ല. മംഗലത്തെ ശിവരാജന്റെ വീട് ഏതാണെന്ന് അറിയാമോ എന്നാണ് ഞാൻ ചോദിക്കാൻ വന്നത്. തനിക്ക് നേരത്തെ വെക്കാൻ പറ്റില്ലായിരുന്നോ? സാറ് ചോദിക്കാൻ സമ്മതിച്ചില്ലല്ലോ എന്നെ. ഒരു കാര്യം പറയാൻ സമ്മതിനാ? ഒരു ഷർട്ടും പാന്റും തോളത്തൊരു ബാഗ് തൂക്കി നടക്കുക. സാറേ, ഈ മംഗലത്തെ ശിവരാജന്റെ വീട്? ശിവരാജൻ ഈ നാട്ടിൽ നിന്ന് ഭൂമിയും വീടൊക്കെ വിറ്റ് കാശിക്ക് പോയിരിക്കാം. ഇനി തിരിച്ചു വരുന്ന കാര്യം പാടാ. പോയത് കാശിക്കല്ലേ? അവിടെ കിടന്ന് ചത്ത് കാണും. അഹങ്കാരികൾ. വട്ട് കേസായിരിക്കും. സഹായിക്കണം ഒരാൾക്കില്ല. വക്കീലേ, വക്കീലേ. നമസ്കാരം വക്കീലേ. നമസ്കാരം. ഉത്തമന്റെ ഫോൺ എന്താ പറ്റിയത്? രാവിലെ മോഹനോട് വിളിക്കുന്നുണ്ടിരുന്നല്ലോ. ഒന്നും പറയണ്ട, ഫോൺ ചാർജ് തീർന്ന് ഓഫായി പോയതാണ് വക്കീലേ. പക്ഷെ അത് ഇത്രയും പുലിവാലായി പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തു പറ്റി? ഞാൻ പുഷ്കറിന്റെ ബേക്കറിയുടെ മുമ്പിൽ അങ്ങനെ നിൽക്കുമ്പോ അതുവഴി വന്ന ദിവാരനാണ് പറഞ്ഞത് മോഹനേഷ് സാറും ബാർബർ പുരുഷോത്തമും തമ്മിൽ ഭയങ്കര പ്രശ്നമൊന്ന്. ഞാൻ പറന്ന് ചെന്നപ്പോഴല്ലേ സംഭവം അറിയുന്നത്. സാറ് വക്കീലിന്റെ സ്കൂട്ടറും തള്ളിപ്പോകുന്ന വഴിക്ക് പുരുഷോത്തമ എന്തോ പറഞ്ഞ് കളിയാക്കിയെന്ന് സാറ് തിരിച്ചും പറഞ്ഞു. പറഞ്ഞു സംഗതി കയ്യാങ്കളിയായി.
പുരുഷോത്തമ സാറിന്റെ കുത്തിരി കയറി പിടിച്ചു. യ്യോ, സാറ് പുരുഷോത്തമൻ പിടിച്ച് തള്ളുകയും ചെയ്തു. എന്നിട്ട് മോഹനേട്ടൻ ഇവിടെ ആ, ദോ, ദോ, ദോ. ദോ. പുരുഷോത്തമനെ കാണുന്നതിന് മുമ്പ് 4-5 പേരുമായിട്ട് വഴക്കുണ്ടാക്കി എന്നാണ് സാറ് പറയുന്നത്. ആ, എന്തായാലും വേറെ ആരും കൈവച്ചിട്ടില്ല. എന്താ മോഹനേട്ട ഇത്? അതിന്റെ കളിയൊക്കെ വന്ന് എന്ത് ചെയ്യും? അപ്പൊ വക്കീലെ, ഞാൻ ഇറങ്ങട്ടെ. വക്കീലിന്റെ സ്കൂട്ടർ ഗോപാലന്റെ വർക്ക്ഷോപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരം കിട്ടും. സാറേ, ഞാൻ ഇറങ്ങട്ടെ. ഇനി ഒരിക്കലും ഈ ഫോൺ ഓഫ് ആവാതെ ഞാൻ നോക്കിക്കോളാം. 100 രൂപയുടെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അത് കൊടുക്കാൻ മനുഷ്യനുണ്ടാക്കിയ പ്രശ്നമല്ലേ ഇതൊക്കെ? 100 രൂപയ്ക്ക് 100 രൂപ വേണ്ടേ? ആ, നല്ലത്. ഇനി എന്താണാവോ പരിപാടി? മണി 10 ആവാറായി. നീ വേഗം ഷർട്ട് മുട്ട തേച്ച് വെക്ക്. 10:30 താലൂക്ക് ഓഫീസിൽ എത്താളാ. എന്തൊക്കെ ചെയ്താലും ഒടുവിൽ പാട് എനിക്ക് തന്നെ. സോറി. അന്തം വിട്ട പിശുക്കും അതിരുവിട്ട ആദർശവും ഒത്തുപോകില്ല എന്നാണ് ശാസ്ത്രം. വർക്ക്ഷോപ്പ് നടത്തുന്ന ഗോപാലൻ ചോദിച്ച 100 രൂപ മുടക്കിയിരുന്നുവെങ്കിൽ മാനനഷ്ടവും ദേഹപീഡയും ഒഴിവാക്കാമായിരുന്നു. പക്ഷേ മോഹനകൃഷ്ണന് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇതുകൊണ്ടൊന്നും മോഹനകൃഷ്ണൻ പഠിക്കാനും പോകുന്നില്ല. പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന തമാശകളുമായി കാര്യം നിസാരം തുടരുന്നു.